പ്രൈസ് ആക്ഷൻ ഈസ് ദ കിങ് എന്ന് ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പ്രൈസ് ആക്ഷനെ കുറച്ചുകൂടെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രൈസ് ആക്ഷൻ മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ ഒരു എൻട്രീസ് എടുക്കുന്നതും, നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു എൻട്രീസ് എടുക്കുന്നതും, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതും, ഇവ രണ്ടും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. കാരണം പ്രൈസ് ആക്ഷൻ നോക്കിക്കൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല എൻട്രി ഓപ്പർച്യൂണിറ്റീസും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കൊണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് തരുന്ന സിഗ്നൽസ് നോക്കിക്കൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേറ്റ് ആയിട്ടുള്ള എൻട്രീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് നമ്മുടെ വിൻ റേറ്റിനെയും വളരെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു മാഗ്ഡി ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുകയാണ്, മാഗ്ഡിയിൽ ഒരു ക്രോസ് ഓവർ കിട്ടുമ്പോൾ നിങ്ങളൊരു എൻട്രി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു ക്രോസ് ഓവർ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നടന്നതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. എന്നാൽ നിങ്ങൾ പ്രൈസ് ആക്ഷൻ നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രൈസ് ആക്ഷൻ മാത്രം നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിപ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡ് ആയാലും, ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് നോക്കിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡ് ആയാലും, നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടും സാധിക്കുക പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് തന്നെയാണ്. ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നത് ഒട്ടും പ്രോഫിറ്റബിൾ അല്ല എന്ന് ഞാൻ പറയുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിലൂടെ തന്നെയാണ്. സോ പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ. കാരണം നല്ല രീതിയിലുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കൺഫേം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് പ്രൈസ് ആക്ഷനോടൊപ്പം തന്നെ മൊമെൻറ്റം കൂടി നോക്കിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ്. അപ്പോൾ മൊമെൻറ്റം നമുക്ക് എങ്ങനെയാണ് നോക്കാനായിട്ട് സാധിക്കുക, അതിന് ഏത് ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാഗ്ഡി ഇൻഡിക്കേറ്ററാണ് നമ്മൾ മൊമെൻറ്റം നോക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് മാഗ്ഡി എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. മാഗ്ഡി എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മൂവിങ് എവറേജ്, കൺവെർജൻസ്, ഡൈവർജൻസ് എന്ന് പറയുന്ന നമ്മുടെ മാഗ്ഡി ഇൻഡിക്കേറ്റർ കാണാനായിട്ട് പറ്റും. മാഗ്ഡി ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇനി മാഗ്ഡി ഇൻഡിക്കേറ്ററിൽ നമുക്ക് കുറച്ച് സെറ്റിങ്സ് മാറ്റേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ മാഗ്ഡിയുടെ സെറ്റിങ്സിലേക്ക് പോകുന്നുണ്ട്. നമുക്കിവിടെ മാഗ്ഡി ലൈനും സിഗ്നൽ ലൈനും ആവശ്യമില്ല, നമുക്ക് ഈ ഹിസ്റ്റോഗ്രാം മാത്രം ഇവിടെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ മാഗ്ഡി ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് മൊമെൻറ്റം കണ്ടെത്താനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. നമുക്കറിയാം ഈ ഗ്രീൻ ലൈൻസ് എന്ന് പറയുന്നത്, ഈ ഗ്രീൻ ബാർസ് എന്ന് പറയുന്നത് നമുക്ക് മൊമെൻറ്റത്തിനെയാണ് കാണിക്കുന്നത്. ഈ ഗ്രീൻ ബാർസ് വലുതാവും തോറും അവിടെ ഹൈ മൊമെൻറ്റമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റെഡ് ബാർസ് ആണ് അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ സെല്ലിംഗ് മൊമെൻറ്റമാണ്. ഗ്രീൻ ബാർസ് ആണെങ്കിൽ ബൈയിങ് മൊമെൻറ്റവും, റെഡ് ബാർസ് ആണെങ്കിൽ സെല്ലിംഗ് മൊമെൻറ്റവുമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മൊമെൻറ്റം കൂടും തോറും അവിടുത്തെ ട്രെൻഡിൻ്റെ ശക്തിയും കൂടുമെന്നാണ് പറയുക. അതായത് ഒരു ബൈയിങ് മൊമെൻറ്റമാണ് അവിടെ നല്ല രീതിയിൽ ഹൈ ബൈ മൊമെൻറ്റം ഉള്ള ഒരു ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു അപ് ട്രെൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ സെല്ലിംഗ് മൊമെൻറ്റം ആണ് അവിടെ കൂടുതൽ എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് കൃത്യമായിട്ടുള്ള ഒരു അപ് ട്രെൻഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിൽ ഒരു അപ് ട്രെൻഡിലാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പാറ്റേണിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോകും തോറും, പ്രൈസ് മുകളിലോട്ട് പോകും തോറും ഇവിടെ മൊമെൻറ്റം കുറഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഹൈ മൊമെൻറ്റം ആയിരുന്നു, അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു അപ്പ് മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ മൊമെൻറ്റം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മുൻപത്തേക്കാളും കുറച്ച് ചെറിയ രീതിയിലുള്ളൊരു അപ്പ് മൂവ്മെൻ്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ മൊമെൻറ്റം കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഈ ഒരു ഹൈനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലോ ആയിട്ടുള്ളൊരു മൊമെൻറ്റമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മാഗ്ഡിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇവിടെ വളരെ ചെറിയ രീതിയിലുള്ള ബൈയിങ് മൊമെൻറ്റമാണ്, അല്ലെങ്കിൽ ബൈയിങ് മൊമെൻറ്റം ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെല്ലിംഗ് മൊമെൻറ്റവും വളരെ ചെറിയ രീതിയിൽ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബൈയിങ് മൊമെൻറ്റവും സെല്ലിംഗ് മൊമെൻറ്റവും കുറഞ്ഞുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടണം. ഓക്കെ, ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ പ്രൈസിന് ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു ഏരിയയിലേക്ക് ഒരു എന്താ പറയുക, ഒരു സെല്ലിംഗ് മൊമെൻറ്റം ഈ ഒരു ഏരിയനെയും ബ്രേക്ക് ചെയ്തു, നമ്മൾ വർച്ചക്കലി ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു സെല്ലിംഗ് മൊമെൻറ്റം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു സെല്ലിംഗ് മൊമെൻറ്റം നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല. കാരണം ഈ ഒരു ട്രെൻഡ് ലൈൻസിൻ്റെ സപ്പോർട്ട് ഏരിയയിൽ പോലും അല്ല ആ ഒരു ക്യാൻഡിൽ ഫോം ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ടോ, മുകളിലോട്ടായാലും താഴോട്ടായാലും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ആ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റം ബാറാണ് നമ്മൾക്ക് ഇനി നോക്കേണ്ടത്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാർ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സെല്ലിംഗ് മൊമെൻറ്റം ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാൻഡിലായിരിക്കും നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണ്. ആൻഡ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനിന് ഏകദേശം മുകളിലായിട്ടായിരിക്കും. അതായത് തൊട്ട് മുൻപുള്ള ആ ഒരു സ്വിംഗ് ഹൈ ഏരിയയിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിലായിരിക്കും നമ്മുടെ ടാർഗറ്റ് വയ്ക്കുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരിക്കലും ഒരു ATR ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യരുത്. കാരണം പെട്ടെന്നാണ് ഇവിടെ ഈ ഒരു മൊമെൻറ്റം കൂടിയിട്ടുള്ളത്. ATR ഇൻഡിക്കേറ്റർ ലാസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള ഒരു 14 ക്യാൻഡിൽസിൻ്റെ വോളറ്റിലിറ്റി ഒക്കെ നോക്കിക്കൊണ്ടാണ് നമുക്കൊരു വാല്യൂ കാണിക്കുക. പക്ഷേ ഇവിടെ നമുക്ക് ഒരൊറ്റ ക്യാൻഡിലായിരിക്കും നമുക്കൊരു എൻട്രി ഒരു ട്രിഗർ ആയിട്ട് നമ്മുടെ എൻട്രി ട്രിഗർ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരൊറ്റ ക്യാൻഡിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ATR ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് ഇവിടെ അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ലോജിക്ക് വെച്ചുകൊണ്ട് വേണം നമുക്കൊരു റീട്രേസ്മെൻറ്റ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എവിടെ വരെ പോകും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളൊരു സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട്. ഞാനപ്പോൾ സ്വിംഗ് ഹൈക്ക് അടുത്തായിട്ട് ഞാനൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഞാൻ നമ്മുടെ ടാർഗറ്റും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡിന് എങ്ങനെയാണ് പോയിട്ടുള്ളത് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മൊമെൻറ്റം നോക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ ട്രേഡ്സ് എടുക്കാനായിട്ട് പറ്റും. കുറച്ചും കൂടി ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കുറച്ച് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊമെൻറ്റം വളരെ ചെറിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഇവിടെ സെല്ലിംഗ് മൊമെൻറ്റം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ റീപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെല്ലിംഗ് മൊമെൻറ്റം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ബൈയിങ് മൊമെൻറ്റവും ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ബൈയിങ് മൊമെൻറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ട് എവിടെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്കൊരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഹിസ്റ്റോഗ്രാം ബാർ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ ശക്തമായിട്ടുള്ളൊരു മൊമെൻറ്റം നമുക്കവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം മൊമെൻറ്റം കൂടും തോറും അവിടെ സംഭവിക്കാൻ പോകുന്ന ട്രെൻഡിൻ്റെ ശക്തിയും കൂടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എൻട്രി എടുക്കുകയാണ്. ആ ഒരു ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് നമ്മളൊരു സ്റ്റോപ്പ് ലോസും വെക്കുന്നുണ്ട്. ആൻഡ് 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ട്രേഡ് നമ്മൾ ഇവിടെ വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഏത് രീതിയിലാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് രീതിയിലാണ് ഒരു എൻട്രി എടുത്തിട്ടുള്ളത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൃത്യമായിട്ട് ഒരു ലോ സെല്ലിംഗ് മൊമെൻറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ ലോ ആയിട്ടുള്ളൊരു സെല്ലിംഗ് മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ബൈയിങ് മൊമെൻറ്റം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താ പറയുക, ഒരു ലോയും അല്ല ഹൈയും അല്ല, ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ലൈനിൽ മുകളിലോട്ട് പോകാതെ തന്നെ ആ ഒരു ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഗ്രീൻ ഹിസ്റ്റോഗ്രാം ബാറുകൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ട്രെൻഡ് ലൈൻ ഇവിടെ വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്ന ഒരു ബാർ, ആ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്ന ഗ്രീൻ ബാർ ഏത് രീതിയിലുള്ള ഒരു മൊമെൻറ്റമാണ് കാണിക്കുക എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എൻട്രി എടുക്കാം. പക്ഷെ നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലായിട്ട് കണക്കാക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു ബാറാണ് ഒരു ട്രിഗർ ക്യാൻഡിലായിട്ട് നമ്മുടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്കുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റിക്കുള്ള ഒരു ട്രിഗർ ക്യാൻഡിലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റവും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ആൻഡ് സ്റ്റോപ്പ് ലോസ് നമ്മൾ ആ ട്രെൻഡ് ലൈന് താഴെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ട്രേഡ് എങ്ങനെയാണ് പോയിട്ടുള്ളത് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രേഡും നമ്മളിവിടെ വിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ കുറച്ചൊന്ന് സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു ട്രേഡും നമ്മളിവിടെ വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പ്രൈസ് ആക്ഷനോടൊപ്പം തന്നെ മൊമെൻറ്റം കൂടി നോക്കിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാനും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കുമെന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ മാത്രം റിയൽ ആയിട്ടുള്ള മണി ഇട്ടുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളുടെ ലൈക്കുകളായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം.